ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ചാപ്റ്ററിലെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ഈ ഹെഡ് ഓഫ് ഇൻകം കംപ്ലീറ്റ് ചെയ്യും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ടാക്സ് അസസ്മെന്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ചില സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 68 മുതൽ സെക്ഷൻ 69D വരെയുള്ള അൺഡിസ്ക്ലോസ്ഡ് ഇൻകം, അൺഡിസ്ക്ലോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ ചെറിയ മിസലേനിയസ് ടോപ്പിക്സ് ഉണ്ട്. അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അവരുടെ ഇൻകം എങ്ങനെയാണ് നമ്മൾ ടാക്സ് ചെയ്യുന്നത്, അവർക്ക് ബിസിനസ് നിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് നമുക്ക് അലൗവബിൾ എന്നുള്ളതാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വെച്ചാൽ നമുക്കറിയാം, രണ്ടോ അതിൽ കൂടുതലോ പാർട്ട്നേഴ്സ്, രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഒന്നിച്ചു വരണം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒന്നിച്ചു വരണം. പ്രൊവൈഡഡ് അത് പ്രോഫിറ്റ് മോട്ടീവിനായിരിക്കണം, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നു. പാർട്ണർഷിപ്പ് ഫേമിന് ഇൻകം ടാക്സിന്റെ ഒരു ഇതിൽ നോക്കുമ്പോൾ ഇൻകം ടാക്സ് പ്രകാരം ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് പാർട്ണർഷിപ്പ് ഫേമിന് സ്വന്തമായിട്ട് അസസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് അവർ റിട്ടേൺ ഫയൽ ചെയ്യണം, പാർട്ണർഷിപ്പ് ഫേമിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. പാർട്ട്നേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ഇൻഡിവിജ്വൽ റിട്ടേൺ വേറെയും ഫയൽ ചെയ്യണം. അതായത് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് അടയ്ക്കണം. പിന്നെ ഫേം എന്ന് പറയുമ്പോൾ നോർമലി ഇറ്റ് ഇൻക്ലൂഡ്സ് LLP അൺലെസ് അതർവൈസ് പ്രൊവൈഡഡ്. അപ്പൊ പൊതുവേ ഫേം എന്ന് പറയുമ്പോൾ അതിൽ LLPയും ഇൻക്ലൂഡ് ചെയ്യും. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഫസ്റ്റ് ടാക്സ് റേറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 30% പ്ലസ് അപ്ലിക്കബിൾ സർചാർജ് പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് ദ റേറ്റ് ഓഫ് 4%. പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ്, പാർട്ട്ണർക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റ് ആണ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാർട്ട്ണർ, ബിക്കോസ് പാർട്ണർഷിപ്പ് ഫേം അതിന് ഓൾറെഡി ടാക്സ് അടച്ചിട്ടുണ്ടാവും, അല്ലെ? പാർട്ണർഷിപ്പ് ഫേം സ്വന്തമായിട്ട് നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഇൻകത്തിന്റെ മേലെ പാർട്ണർഷിപ്പ് ഫേം ഈ പറഞ്ഞ രീതിയിൽ 30% എങ്കിലും ടാക്സും അടയ്ക്കുന്നുണ്ട്. അങ്ങനെ ടാക്സും അടച്ച ശേഷം ബാക്കിയുള്ള ആ പ്രോഫിറ്റ് ആണ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിന്റെ കയ്യിൽ അത് ടാക്സബിൾ അല്ല. പാർട്ട്നേഴ്സിന്റെ കയ്യിൽ അത് വീണ്ടും ടാക്സ് ചെയ്യുന്ന കഴിഞ്ഞാൽ അത് ഡബിൾ ടാക്സേഷൻ ആയി പോകും. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിന് ഒരിക്കലും സാലറീസ് എന്നുള്ള ഹെഡിൽ ഇൻകം ഉണ്ടാവില്ല. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പാർട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതിനെ അസസ് ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം, അത് ഓപ്ഷണൽ ആണ്. എടുത്താലും എടുത്തില്ലെങ്കിലും അതൊരു പ്രശ്നമല്ല. ഗവൺമെന്റിന് കിട്ടേണ്ട ടാക്സ് അവർക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല. അപ്പൊ ഇത്രയും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അടുത്തത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാൻ പോവാണ്. അതായത് പാർട്ണർഷിപ്പ് ഫേമിന് നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുള്ള എല്ലാ നോർമൽ ഡിഡക്ഷൻസും അവൈലബിൾ ആണ്. നമ്മൾ ഇത്രയും ക്ലാസ്സസിലായിട്ട് കുറെ ഡിഡക്ഷൻസ് പഠിച്ചു, ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് പഠിച്ചു, അല്ലെ? അതൊക്കെ ഒരു പാർട്ണർഷിപ്പ് ഫേമിനും അതേപടി അപ്ലിക്കബിൾ ആണ്. അപ്പൊ സെക്ഷൻ 30 to 38 വരെയുള്ള എല്ലാ ഡിഡക്ഷൻസും അവർക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ ഇൻഅഡ്മിസിബിൾ TDS ഒക്കെ പിടിക്കാതെ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 100% അല്ലെങ്കിൽ 30% ഡിസലവൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെയും പാർട്ണർഷിപ്പ് ഫേമിനൊക്കെയും അപ്ലിക്കബിൾ ഒക്കെ തന്നെയാണ്. അത് കൂടാതെ പാർട്ണർഷിപ്പ് ഫേമിന് മാത്രം എലിജിബിൾ ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ആണ് നമ്മളിപ്പോൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ സെയിം ടു സെയിം ഇവർക്ക് അപ്ലിക്കബിൾ ആണ്. അപ്പൊ അത് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇത്രയും കാലം പഠിച്ചെല്ലാം ഇവർക്ക് അപ്ലിക്കബിൾ ആണ്. ഇവർക്ക് അഡീഷണലി ഒരു സെക്ഷൻ ഉണ്ട്, ഒരു അഡീഷണൽ ഡിഡക്ഷൻ ഉണ്ട്. അത് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാണ് സെക്ഷൻ 40B. സെക്ഷൻ 40B പ്രകാരം ഒരു പാർട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ഒരു LLPക്ക് ഫർദർ ആയിട്ട് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് ഒന്ന് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ്, രണ്ടാമത്തത് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റും അതുപോലെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനും, ഈ രണ്ട് ഡിഡക്ഷൻസും ഒരു ഫേമിനും LLPക്കും മാത്രമേ കിട്ടുള്ളൂ. കാരണം അവർക്ക് മാത്രമേ പാർട്ട്നേഴ്സ് ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ. അപ്പൊ ഈ ഡിഡക്ഷൻ അവർക്ക് അവൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ കണ്ടീഷൻ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഐദർ ഓറൽ എഗ്രിമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ റിട്ടൺ എഗ്രിമെന്റ് ആയിരിക്കാം. റിട്ടൺ എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സെക്ഷൻ 40B പ്രകാരമുള്ള ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഫസ്റ്റത്തെ പോയിന്റ് അതാണ്. രണ്ടാമത് അവർ പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡിന്റെ കോപ്പി നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫേം ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ കോപ്പി കൂടെ വെച്ച് ഫയൽ ചെയ്യണം എന്നുള്ളതാണ്.
അപ്പൊ അത് ഇപ്പൊ അത്രയ്ക്ക് റെലവെന്റ് അല്ല. കാരണം ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഇപ്പൊ നമുക്ക് ഓൺലൈൻ ഫയലിംഗ് ആണ്. ഓൺലൈൻ ഫയലിംഗിൽ നമ്മൾ ഡീഡിന്റെ കോപ്പി ഒന്നും വെച്ച് ഫയൽ ചെയ്യാറില്ല. പകരം ഡീഡിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് റിട്ടേണിൽ ചോദിക്കുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കും. അതായത് പാർട്ട്നേഴ്സിന്റെ പേര്, അവരുടെ അഡ്രസ്സ്, അവരുടെ പാൻ നമ്പർ, അതുപോലെ അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, പിന്നെ സാലറി ഉണ്ടോ എന്നുള്ളത് ചോദ്യം ഉണ്ടാവും. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അങ്ങനെ ചില ഡീറ്റെയിൽസ് ചോദിക്കും. അത് മാത്രം നമ്മളിപ്പോ ഫയൽ ചെയ്യാറുള്ളൂ. മേ ബി ഇത് പണ്ടത്തെ പണ്ടുണ്ടായിരുന്നത് സെക്ഷൻ അതേപോലെ അവർ ചേഞ്ച് വരുത്താതെ വെച്ചിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോ ആദ്യമായിട്ട് നമ്മൾ ഫേം ആയിട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് സർട്ടിഫൈഡ് കോപ്പി കൊടുക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ. മൂന്നാമത്തത്, ഓരോ പാർട്ട്ണറുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്താന്നുള്ളത് പ്രത്യേകം പാർട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം എന്ന്. അത് പൊതുവെ പാർട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്യാറുണ്ട്. ഈവൻ ഈക്വൽ ആണെങ്കിൽ പോലും 50-50 ആണെങ്കിൽ 50-50 എന്നുള്ളതും സ്പെസിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ സെക്ഷൻ 144 പ്രകാരമുള്ള ഫെയിലിയർ ഒന്നും പാർട്ണർഷിപ്പ് ഫേമിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടാവാൻ പാടില്ല. സെക്ഷൻ 144 പറയുന്നത് എന്ന് വെച്ചാൽ ടൈമിന് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഫെയിലിയേഴ്സ്. നമുക്ക് സെക്ഷൻ 144 അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് 144 പറഞ്ഞിട്ടുള്ള ഫെയിലിയർ ഒന്നും പാർട്ണർഷിപ്പ് ഫേമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഈ 4 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് 40B പ്രകാരമുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. 40Bയിൽ 2 ഡിഡക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ്, രണ്ടാമത്തത് റെമ്യൂണറേഷൻ ടു പാർട്ട്ണർ. ഇനി ഇൻട്രസ്റ്റ് ടു പാർട്ട്ണറും റെമ്യൂണറേഷൻ ടു പാർട്ട്ണറും എത്രത്തോളം നമുക്ക് കിട്ടും, അതായത് അതിന് ലിമിറ്റ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ അതിന് സ്പെസിഫിക് ഇനി വേറെ കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻട്രസ്റ്റ് ടു പാർട്ട്ണർ. ഇൻട്രസ്റ്റ് ടു പാർട്ട്ണർ ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് ടു റെപ്രസെന്റേറ്റീവ് പാർട്ട്ണർ. റെപ്രസെന്റേറ്റീവ് പാർട്ട്ണർ എന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും റെപ്രസെന്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു പാർട്ട്ണറെ നമ്മൾ റെപ്രസെന്റേറ്റീവ് പാർട്ട്ണർ എന്ന് പറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ആണെങ്കിൽ, കമ്പനി എന്ന് പറഞ്ഞാൽ ജീവനുള്ള ആളല്ലല്ലോ കമ്പനി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ കമ്പനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ആരാണ് വരാറ്? ഡയറക്ടേഴ്സ് ആണ് വരാറ്. അതുപോലെ ഇപ്പൊ HUF ആണെങ്കിൽ, HUF എന്ന് പറയുന്നതും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, അല്ലാതെ HUF എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള ഒരു സാധനമല്ല. അതുകൊണ്ട് HUFനെ റെപ്രസെന്റ് ചെയ്ത് പലപ്പോഴും കർത്ത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ട്ണർ ആയിരിക്കും വരാറ്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു എൻറ്റിറ്റീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരാളെ നമ്മൾ റെപ്രസെന്റേറ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഫോർ എക്സാമ്പിൾ ഒരു HUFലെ കർത്ത നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ, ഇൻ ദ റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റി, അതായത് അയാൾ HUFന് വേണ്ടിയിട്ടാണ് പാർട്ട്ണർ ആയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാളെ കർത്തേനെ നമ്മളിവിടെ റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലുള്ള പാർട്ട്ണർ ആണെന്ന് വിളിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിൽ ഒരാൾക്ക് കൊടുക്കുന്ന നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിനുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ലോൺ ആയിട്ട് നമുക്ക് പേയ്മെന്റ് തന്നാലും ലോണിനും നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാവുന്നതാണ്, അതിലും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇതിലുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾക്ക് ഈ പാർട്ട്നേഴ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഈ കണ്ടീഷൻസും അതുപോലെ ലിമിറ്റ്, ഡിഡക്ഷൻ എത്രയാന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ കേസ് ഫേം അസസ്മെന്റ് ആണ് എക്സാമിന് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവുക. ഇത് കണ്ടുപിടിക്കാനായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഇൻട്രസ്റ്റും റെമ്യൂണറേഷന്റെയും കാൽക്കുലേഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ലോണം മനസ്സിലാക്കുക. അപ്പൊ കണ്ടീഷൻസ് എന്താന്ന് നോക്കാം. ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷനായി കിട്ടണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻ കൂടെ ഫുൾഫിൽ ചെയ്യണം. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള അനുമതി ഉണ്ടായിരിക്കണം. അതായത് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടെ എഗ്രി ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണല്ലോ. ആ എഗ്രിമെന്റിൽ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള അനുമതി ഉണ്ടായിരിക്കണം. അപ്പൊ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള അനുമതി എന്ന് പറയുമ്പോൾ എത്ര ശതമാനം എന്ന് കൂടെ പൊതുവെ അതിൽ സ്പെസിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ മേലെ ഇൻട്രസ്റ്റ് കൊടുക്കാവുന്നതാണ് എന്നുള്ളൊരു സെന്റൻസ് പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണം. 2, പേയ്മെന്റ് മസ്റ്റ് പെർട്ടൈൻ ടു എ പീരീഡ് ആഫ്റ്റർ ദ പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്നാണോ സൈൻ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് ആണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഓൺ ദിസ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഡീഡിന്റെ ഫസ്റ്റ് ലൈനെ തുടങ്ങുന്നത്. ഈ ഡേറ്റിൽ ഞങ്ങൾ പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പാർട്ണർഷിപ്പ് ഡീഡ് പൊതുവെ തുടങ്ങാറ്. ഫസ്റ്റ് ലൈൻ അങ്ങനെയായിരിക്കും. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിന്റെ പീരീഡിന് ശേഷമായിരിക്കണം ഈ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാർട്ണർഷിപ്പ് നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഡീഡ് എൻ്റർ ചെയ്തിരിക്കുന്നത് പിന്നീടായിരിക്കും. ഇപ്പോ അതായത് ഇപ്പൊ മാർച്ച് 1-ാം തീയതി, മാർച്ച് 1, 2020 ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി എന്ന് വിചാരിക്കുക. ഓക്കെ, വിത്തൗട്ട് എനി ഡീഡ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ ബിസിനസ് തുടങ്ങി. April 1, 2020, അതായത് ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ പാർട്ണർഷിപ്പ് ഡീഡിൽ എൻ്റർ ചെയ്തു, പാർട്ണർഷിപ്പ് ഡീഡായിട്ട് രജിസ്റ്റർ ചെയ്തു.
അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇപ്പോൾ എനിക്ക് ഒരു മാസത്തെ, അതായത് മാർച്ച് ഒരു മാസത്തെ മൊത്തം ഇൻട്രസ്റ്റ് എനിക്ക് പേയ്മെന്റ് ആയിട്ട് തന്നു എന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോറി, എനിക്കല്ല, പാർട്ണർഷിപ്പ് ഫേമിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? പാർട്ണർഷിപ്പ് ഡീഡ് എൻ്റർ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. അതായത് മാർച്ച് 1-ാം തീയതി ഞങ്ങൾ ബിസിനസ് തുടങ്ങി. പാർട്ണർഷിപ്പ് ഡീഡ് ഒന്നും ഇല്ല, ഓറൽ എഗ്രിമെന്റ് പ്രകാരം ഞങ്ങൾ ബിസിനസ് തുടങ്ങി. അപ്പോൾ അതിന് ഞാൻ ക്യാപിറ്റലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിന് പാർട്ണർഷിപ്പ് ഫേം എനിക്ക് ഇൻട്രസ്റ്റും തന്നു. ഏപ്രിൽ 1-ാം തീയതിയാണ് ഞങ്ങൾ ഡീഡായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഡീഡായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ കൊടുത്തിട്ടുള്ള പേയ്മെന്റിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല, ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല. അതായത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ നോക്കണം. ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡിഡക്ഷൻ എന്ന് പറയുന്നതിലും ഒരു ലിമിറ്റ് ഉണ്ട്. ലോവർ ഓഫ് ആക്ച്വൽ ഇൻട്രസ്റ്റ് ഗിവൺ ടു പാർട്ട്ണർ ആസ് പെർ ഡീഡ് ഓർ 12% സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് മാക്സിമം 12% വരെ പറ്റുള്ളൂ. അപ്പോൾ എത്രയാണോ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത്, അല്ലെങ്കിൽ 12% per annum സിമ്പിൾ ഇൻട്രസ്റ്റ്, വിച്ച് എവർ ഈസ് ലോവർ, അത്രയും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് പാർട്ണർഷിപ്പ് ഫേമിന് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാർട്ണർഷിപ്പ് ഡീഡിൽ 15% ആണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 15% ഓർ 12% വിച്ച് എവർ ഈസ് ലോവർ, അപ്പോൾ 12% വരും. അപ്പൊ മാക്സിമം 12% വരെ മാത്രമേ പാർട്ണർഷിപ്പ് ഫേമിന് ഇൻട്രസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ, ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഓർത്ത് വെക്കുക. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പ്രോബ്ലം പാർട്ടിൽ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഈ ചാപ്റ്ററിന് ഈ ഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക, ചിലപ്പോൾ ഈ ഭാഗത്തു നിന്ന് വരികയില്ല, പറയാൻ പറ്റില്ല. നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഈ ഭാഗത്ത് നിന്ന് വന്നാൽ ഇതൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യനിൽ വരാനുള്ളൂ. അപ്പോൾ ഓരോ ടോപ്പിക്സും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസോടുകൂടി തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇൻട്രസ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് ഒരു പരിധിവരെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് റമ്യൂണറേഷനും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ റമ്യൂണറേഷൻ എങ്ങനെയാന്നുള്ളത് നോക്കാം. റമ്യൂണറേഷൻ ടു പാർട്ട്ണർ ഇൻക്ലൂഡ്സ് സാലറീസ്, ഫീസ്, കമ്മീഷൻ, ബോണസ് എക്സെട്ര. റമ്യൂണറേഷൻ എന്നുള്ളത് ഏത് പേരിൽ വിളിച്ചാലും അത് റമ്യൂണറേഷൻ തന്നെയാണ്. സാലറി, ഫീസ്, കമ്മീഷൻ, ബോണസ് എന്ത് പേരാണെങ്കിലും കുഴപ്പമില്ല. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? കണ്ടീഷൻസിൽ ഫസ്റ്റത്തെ പോയിന്റ്, പാർട്ട്ണർ മസ്റ്റ് ബി എ വർക്കിംഗ് പാർട്ട്ണർ. വർക്കിംഗ് പാർട്ട്ണർ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അടക്കം എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് നോക്കി നടത്തുന്ന ആളെയാണ് നമ്മൾ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അല്ലാതെ അതിന് വേറെ ഡെഫിനേഷൻ ഒന്നുമില്ല. പൊതുവെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയും. ജസ്റ്റ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ മാത്രമല്ലാതെ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ മാത്രമേ ഒരാൾ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നാണ് വിളിക്കുക. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ മാത്രമല്ലാതെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ട് കസ്റ്റമേഴ്സിനെ പിടിക്കാനും അതുപോലെ സപ്ലയേഴ്സിന്റെ അടുത്ത് പോയിട്ട് സാധനം വാങ്ങിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളെയാണ് നമ്മൾ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. വർക്കിംഗ് പാർട്ട്ണർക്ക് മാത്രമേ സാലറി കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത്, റെമ്യൂണറേഷൻ മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദ പാർട്ണർഷിപ്പ് ഡീഡ്. ഇൻട്രസ്റ്റിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ പാർട്ണർഷിപ്പ് ഡീഡിലും പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാനുള്ള അനുമതി ഉണ്ടായിരിക്കണം. പേയ്മെന്റ് മസ്റ്റ് പെർട്ടൈൻ ടു എ പീരിയഡ് ആഫ്റ്റർ ദ പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിന്റെ സമയത്തിന് ശേഷം മാത്രമേ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവാൻ പാടുള്ളൂ. ഇൻട്രസ്റ്റിന്റെ അതേപോലെ തന്നെ സെയിം തിങ് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ള പോയിന്റ്, പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ ഒരു വർക്കിംഗ് പാർട്ട്ണർ ആയിരിക്കണം. അവർക്ക് മാത്രമേ റെമ്യൂണറേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റിന്റെ കേസിൽ അങ്ങനെയില്ല. കാരണം ഇൻട്രസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആണ് കൊടുക്കുന്നത്. റെമ്യൂണറേഷൻ എന്തിനാ കൊടുക്കുന്നത്? അയാൾ പണിയെടുക്കണേനാ കൊടുക്കുന്നത് അല്ലെ? അപ്പൊ പണിയെടുക്കുന്ന ആൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. ആ ലോജിക്ക് തന്നെയാണുള്ളൂ. ഇൻട്രസ്റ്റ് ആകുമ്പോൾ അവർ ക്യാപിറ്റൽ തന്നേന് അല്ലെങ്കിൽ ലോൺ ആയിട്ട് തന്നേന് നമ്മൾ കൊടുക്കണു. പക്ഷെ റെമ്യൂണറേഷൻ അങ്ങനെയല്ലല്ലോ, വെറുതെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല, പണിയെടുക്കുന്നവർക്കേ കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് വർക്കിംഗ് പാർട്ട്ണർക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡിഡക്ഷൻ എമൗണ്ട് എത്രയാണെന്നുള്ളത്. ഡിഡക്ഷൻ എന്ന് പറയുന്നത് അലൗഡ് ടു ദ മിനിമം ഓഫ് ദ ഫോളോയിങ്. ഇതും അതേപോലെ തന്നെ ലോവർ ഓഫ് ഫസ്റ്റ് പോയിന്റ്, ആക്ച്വൽ റെമ്യൂണറേഷൻ അലൗഡ് ടു ഓൾ പാർട്ട്നേഴ്സ്. ആക്ച്വലി എത്രയാണ് റെമ്യൂണറേഷൻ കൊടുത്തിട്ടുള്ളത്. ബി, മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് അണ്ടർ സെക്ഷൻ 40B(5) ആസ് ഡിസ്കസ്ഡ് ആസ് അണ്ടർ. ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് ഒന്നോ ആക്ച്വലി നമ്മൾ കൊടുത്തിട്ടുള്ള റെമ്യൂണറേഷൻ ടു ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിനും കൂടെ കൊടുത്തിട്ടുള്ളത് ടോട്ടൽ ചെയ്ത് ആഡ് ചെയ്യുക ആ എമൗണ്ട്, അല്ലെങ്കിൽ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് അണ്ടർ സെക്ഷൻ 40B(5) ആസ് ഡിസ്കസ് ഉണ്ട്, അല്ലെങ്കിൽ മാക്സിമം ഇത്ര വരെ ടോട്ടൽ റെമ്യൂണറേഷൻ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ മാക്സിമം നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഇൻഡിവിജ്വലി അല്ല, നമ്മൾ എല്ലാ പാർട്ട്നേഴ്സിന്റെയും കൂടെ റെമ്യൂണറേഷൻ ആഡ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുക. ഒന്ന് ആക്ച്വൽ റെമ്യൂണറേഷൻ, രണ്ടാമത്തത് ഈ ലിമിറ്റ് പ്രകാരം. ഈ ലിമിറ്റ് എന്താണെന്ന് നോക്കാം. ബുക്ക് പ്രോഫിറ്റ് ഇൻ കേസ് ഓഫ് ലോസ് ആണെങ്കിൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ₹1,50,000.
ബുക്ക് പ്രോഫിറ്റ് എന്താന്നുള്ളത് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. അപ്പൊ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ബുക്ക് പ്രോഫിറ്റ് അല്ല, നമുക്ക് ലോസ് ആണ് വരുന്നതെങ്കിൽ 1,50,000 വരെ ഫ്ലാറ്റ് ഡിഡക്ഷൻ, അതായത് ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. നമ്മളിപ്പോ 1,00,000 റെമ്യൂണറേഷൻ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 1,00,000 ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇവിടെ മിനിമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 1,50,000 വരെ നമുക്ക് റെമ്യൂണറേഷൻ കൊടുക്കാം. റെമ്യൂണറേഷൻ കൊടുക്കാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും കൊടുക്കാന്നല്ല, എല്ലാ പാർട്ട്നേഴ്സിനും കൂടെ ചേർത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തത് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ബുക്ക് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ലക്ഷം വരെ, ഫസ്റ്റത്തെ 3 ലക്ഷം, അതായത് പ്രോഫിറ്റ് എത്രയോ രൂപ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു 5 ലക്ഷമാണ് വിചാരിക്കൂ. 5 ലക്ഷം ആണെങ്കിൽ അതിലത്തെ ആദ്യത്തെ 3 ലക്ഷത്തിന് 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഓർ ₹1,50,000 വിച്ച് എവർ ഈസ് ഹയർ. അപ്പൊ 3 ലക്ഷത്തെ ആദ്യത്തെ 3 ലക്ഷത്തിന് 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ഇപ്പൊ ഞാൻ പറയുന്ന എക്സാമ്പിളിൽ 5 ലക്ഷമാണ് ടോട്ടൽ പ്രോഫിറ്റ് എങ്കിൽ, അപ്പോൾ ഫസ്റ്റ് 3 ലാഖിന് 90%, 3 ലാഖിന്റെ 90% എന്ന് പറയുമ്പോൾ 2,70,000. അപ്പൊ 2,70,000 ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ. അപ്പൊ ഞാൻ പറയുന്ന എക്സാമ്പിളിൽ 2,70,000 വരും. അല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്റെ ബുക്ക് പ്രോഫിറ്റ് ആകെ 2,50,000 ഉള്ളൂ വിചാരിക്കുക. 2,50,000 ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2,50,000ന്റെ 90%, അതല്ലെങ്കിൽ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ, അതിൽ ഏതാണോ ഹയസ്റ്റ് വരുന്നത് ആ എമൗണ്ട് വരും. ബാലൻസ് ബുക്ക് പ്രോഫിറ്റിന്, അപ്പൊ ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിന് ആ എമൗണ്ടിന്റെ 60%. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 5 ലക്ഷമാണ് ടോട്ടൽ ബുക്ക് പ്രോഫിറ്റ് എങ്കിൽ ഫസ്റ്റത്തെ 3 ലാഖിന് 90%, ബാലൻസ് ഉള്ളതിന് 60%. ബാലൻസ് എത്രയാണ്? ബാലൻസ് 5 ലാഖിൽ നിന്ന് 3 ലാഖ് മൈനസ് ചെയ്യുമ്പോൾ 2 ലാഖ് ആണ്. ആ 2 ലാഖിന്റെ 60%, അപ്പൊ 2 ലാഖിന്റെ 60% എന്ന് പറയുമ്പോൾ 1,20,000. അപ്പൊ 1,20,000 പിന്നെ ഇവിടെ കിട്ടിയ 2,70,000 രണ്ടും കൂടെ ആഡ് ചെയ്തതായിരിക്കും എന്റെ മാക്സിമം എലിജിബിൾ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ, അല്ലെ? മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് ആസ് പെർ സെക്ഷൻ 40(b)(5). അപ്പൊ ഇതും കണക്കാക്കണം, പിന്നെ ആക്ച്വലി എത്രയാ കൊടുത്തിരിക്കണം നോക്കണം. അതിൽ ഏതാണോ ലോവസ്റ്റ് അതേ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റെമ്യൂണറേഷൻ കുറച്ച് ഈ ലിമിറ്റ് ഒക്കെ പഠിക്കണം, എന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ പറയാം, ഈ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട്. ഡിഡക്ഷൻ എന്ന് പറയുന്നത് മിനിമം ഓഫ് 2 കാര്യങ്ങളാണ്. ഒന്ന് ആക്ച്വൽ റെമ്യൂണറേഷൻ അലൗഡ്. ആക്ച്വൽ റെമ്യൂണറേഷൻ അലൗഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ P&L നോക്കിക്കഴിഞ്ഞാൽ കാണും. P&L നോക്കുക, XYZ പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷൻ എടുക്കുക, ആഡ് ചെയ്യുക, ആ എമൗണ്ട് ആണ് ആക്ച്വൽ റെമ്യൂണറേഷൻ. രണ്ടാമത്തത് മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് അണ്ടർ സെക്ഷൻ 40(b)(5), അതായത് ഈ ലിമിറ്റ് പ്രകാരമുള്ള എമൗണ്ട്. അതിൽ ഏതാണോ ലോവസ്റ്റ് അത്ര മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷൻ 40(b)(5) പ്രകാരം മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് ബുക്ക് പ്രോഫിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ബുക്ക് പ്രോഫിറ്റ്സിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ 1,50,000, പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ ആദ്യത്തെ 3 ലക്ഷം വരെയുള്ള പ്രോഫിറ്റിന് 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഓർ ₹1,50,000 വിച്ച് എവർ ഈസ് ഹയർ, അതായത് 3 ലക്ഷം വരെയുള്ളതിന്റെ 90% ആണ് എടുക്കേണ്ടത്, അല്ലാതെ ടോട്ടൽ ബുക്ക് പ്രോഫിറ്റിന്റെ അല്ല. അപ്പൊ 90% ഓഫ് സച്ച് പ്രോഫിറ്റ് ഓർ ₹1,50,000 വിച്ച് എവർ ഈസ് ഹയർ. പിന്നെ ബാലൻസ് വരുന്ന എമൗണ്ടിന് 60%. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ബുക്ക് പ്രോഫിറ്റ് 4 ലക്ഷം ആണെങ്കിൽ ആദ്യത്തെ 3 ലക്ഷത്തിന് 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ, അതായത് അപ്പൊ നമുക്ക് 90% ആണ് ഹയസ്റ്റ് വരിക, 2,70,000 ആണ് വരിക. അതുകൊണ്ട് ആദ്യത്തെ 3 ലക്ഷത്തിന് 2,70,000, ബാലൻസ് 1 ലക്ഷമാണ്, ബാലൻസ് 1 ലക്ഷത്തിന് 60%. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതായിരിക്കും മാക്സിമം ലിമിറ്റ് ആസ് പെർ സെക്ഷൻ 40(b)(5). ഇപ്പോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നിങ്ങൾക്ക് ഇതിൽ അറിയേണ്ടത് ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നായിരിക്കും. അപ്പൊ ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നും കൂടെ പഠിച്ചു വെക്കണം. അതിൽ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ലെസ് ചെയ്യണം എന്നുള്ളത് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതെല്ലാം അറിയാതെ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ഔട്ട് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആസ് പെർ P&L അക്കൗണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ടാവും, അതിലൊരു നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും, അത് നോക്കി എഴുതുക, അത്രേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആസ് പെർ P&L അക്കൗണ്ട്, അത് കിട്ടി. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തത് മേക്ക് അഡ്ജസ്റ്റ്മെന്റ് ആസ് പെർ സെക്ഷൻ 28 to 44(d)(b) including adjustment for interest on partners capital. രണ്ടാമത്തെ സ്റ്റെപ്പില് കുറച്ച് വെള്ളം കുടിക്കും. അതായത് മേക്ക് അഡ്ജസ്റ്റ്മെന്റ് ആസ് പെർ സെക്ഷൻ 28 to 44(d)(b). സെക്ഷൻ 28 മുതൽ 44(d)(b) വരെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും വരുത്തണം. സെക്ഷൻ 28 മുതൽ 44(d)(b) എന്ന് പറയുന്നത് നമുക്ക് അഡ്മിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഒക്കെ മൈനസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡിഡക്ഷൻസ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ഈ സ്റ്റെപ്പിലാണ് ചെയ്യേണ്ടത്. ഇൻക്ലൂഡിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് മാത്രം ഇപ്പൊ
പറഞ്ഞുതരാം. ഇൻട്രസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നോക്കണം പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം ഓതറൈസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. രണ്ടാമത് നമ്മൾ എന്ത് നോക്കണം, പാർട്ണർഷിപ്പ് ഡീഡിന്റെ ഡേറ്റിന് ശേഷമാണോ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം നോക്കണം. അത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ P&L കാണുകയാണെങ്കിൽ അവിടെ മൈനസ് ചെയ്യാനുള്ള അധികാരം ഉള്ളൂ. പിന്നെ അടുത്തത് മാക്സിമം ഡിഡക്ഷൻ എത്രയാണ് നമുക്ക് പെർമിസിബിൾ എന്നുള്ളതാണ്. അതായത് ഒന്നോ ആക്ച്വൽ ഇൻട്രസ്റ്റ് അലൗഡ് അല്ലെങ്കിൽ 12% അല്ലെ. ആക്ച്വൽ ഇൻട്രസ്റ്റ് അല്ല, സോറി, ആക്ച്വൽ ഇൻട്രസ്റ്റ് ആസ് പെർ പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ 12% വിച്ച് എവർ ഈസ് ലോവർ, അതുവരെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാർട്ണർഷിപ്പ് ഡീഡില് ഒരു 15% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവര് വന്നിട്ട് അപ്പൊ 15% കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ലോവസ്റ്റ് ഓഫ് എമൗണ്ട് സ്പെസിഫൈഡ് ഇൻ പാർട്ണർഷിപ്പ് ഡീഡ് ഓർ 12% എന്നാണ് പറയുന്നത്. അപ്പൊ 12% വരെയല്ലേ മാക്സിമം ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാലൻസ് 3% കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഇതിപ്പോ എത്ര പേർക്ക് മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല, ഒന്നുകൂടെ പറയാം. പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം ഇപ്പൊ ഒരു 15%നോ 20%നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഒരു 15% പറഞ്ഞിട്ടുണ്ട്, അവർ 15% പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് വിചാരിക്കാം. അപ്പൊ P&L എക്സ്പെൻസ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 15% കൊടുത്തതിന്റെ എമൗണ്ട് കാണും. ഓക്കെ, പക്ഷേ നമ്മളിപ്പോ പഠിച്ചത് പ്രകാരം എത്രയാണ് നമുക്ക് മാക്സിമം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക? ആക്ച്വൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 12%, വിച്ച് എവർ ഈസ് ലോവർ. അപ്പൊ 12% അല്ലേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാലൻസ് ഉള്ള 3%, അതായത് 15% ആണ് ഡീഡ് പ്രകാരം എന്നുണ്ടെങ്കിൽ ബാലൻസ് ഉള്ള 3% നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ആ ഒരു സ്റ്റെപ്പും കൂടെ ഇവിടെ ചെയ്തിരിക്കണം. ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആ ആഡ് ബാക്ക് ചെയ്യേണ്ടതും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. മൂന്നാമത്തത് ആഡ് റെമ്യൂണറേഷൻ ടു പാർട്ണർ ഇഫ് ഡെബിറ്റഡ് ടു P&L. പിന്നെ P&L നോക്കുക, റെമ്യൂണറേഷൻ ടു പാർട്ണർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോ ഇത്രയും 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതിൽ സെക്കൻഡ് പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുള്ളൂ, ബാക്കിയുള്ളത് 2 ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എഴുതാനാണ്. നാലാമത്തെ പോയിന്റ്, അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെന്റിലാണ് അത് തന്നിട്ടുണ്ടാവുക, തന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം. ബട്ട് ഡു നോട്ട് സബ്ട്രാക്ട് ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ്. ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യേണ്ട, അതിലുള്ള അൺഅബ്സോർബ് ഡിപ്രീസിയേഷന്റെ ഭാഗം മാത്രം, അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും, അത് മാത്രം ലെസ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആണ് ബുക്ക് പ്രോഫിറ്റ്. പക്ഷേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഡ്യൂ ടു സബ്ട്രാക്ഷൻ ഓഫ് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ദ റെസിജ്വൽ പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ദ ബ്രോഡ് ഫോർവേഡ് ലോസസ് വിച്ച് ആർ ടു ബി സെറ്റ് ഓഫ് ഇൻ ദ കറന്റ് ഇയർ. ഈ വർഷം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസിനേക്കാളും ഒരിക്കലും ബുക്ക് പ്രോഫിറ്റ് കുറഞ്ഞു പോവാൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ ബുക്ക് പ്രോഫിറ്റ് ബിഫോർ സബ്ട്രാക്ടിങ് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ഒരു 5 lakh ആണെന്ന് വിചാരിക്കുക. അതായത് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എന്റെ ബുക്ക് പ്രോഫിറ്റ്, ഈ ഫസ്റ്റ് 3 സ്റ്റെപ്പും ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ സംഖ്യ 5 ലക്ഷം. ഓക്കെ, അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ഒരു 2 lakhs ഉണ്ട് വിചാരിക്കുക. ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ഒരു 4 ലക്ഷം. ഓക്കെ, അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ 2 ലക്ഷം, ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് 4 ലക്ഷം. അപ്പോൾ നമ്മൾ ഈ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് നമ്മൾ 2 ലക്ഷം മൈനസ് ചെയ്യാന്ന് അങ്ങോട്ട് വിചാരിക്കും. പക്ഷേ അങ്ങനെ 2 ലക്ഷം മൊത്തം മൈനസ് ചെയ്യരുത്. കാരണം 2 ലക്ഷം നമ്മൾ ഫുള്ളി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 lakhs ആയിരിക്കും അല്ലെ. അങ്ങനെ 3 lakhs ആയി കഴിഞ്ഞാൽ അത് ബ്രോഡ് ഫോർവേഡ് ലോസിനേക്കാളും കുറഞ്ഞു പോയി. അങ്ങനെ വരാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് മാക്സിമം നമ്മൾ ലെസ് ചെയ്താലും ബ്രോഡ് ഫോർവേഡ് ലോസിന് ഈക്വൽ ആയിട്ട് ബുക്ക് പ്രോഫിറ്റ് നിന്നിരിക്കണം. അപ്പൊ എപ്പോഴും നോക്കുക ബ്രോഡ് ഫോർവേഡ് ലോസിനേക്കാളും ബുക്ക് പ്രോഫിറ്റ് കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രോഡ് ഫോർവേഡ് ലോസിന്റെ അവിടേക്ക് എത്തിച്ച് നിർത്തണം. അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ബുക്ക് പ്രോഫിറ്റ് കുറഞ്ഞു പോകാൻ പാടില്ല. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിനെ ബേസ് ചെയ്ത് ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കണം. അതിന് മുന്നത്തെ പ്രോബ്ലമാണ് ഞാൻ പറഞ്ഞു തരുള്ളൂ. ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരും, അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു ഇതും കൂടെ വരും, അത് നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാവും. ആദ്യത്തെയൊക്കെ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ അത് ചെയ്തിട്ട് എല്ലാ പ്രോബ്ലവും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല, അപ്പൊ ഞാൻ ഒരെണ്ണം ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം P&L പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് എഴുതുക. അതിന്റെ കൂടെ നമ്മൾ സെക്ഷൻ 28 to 44 DB വരെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തണം. അപ്പൊ സെക്ഷൻ 28 to 44 DB വരെ എല്ലാവരും നന്നായി പഠിച്ചാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പോരാത്തതിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, അതും ചെയ്യാനുണ്ട്. അതിനുശേഷം P&L റെമ്യൂണറേഷൻ ടു പാർട്ട്ണർ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. പിന്നെ നമുക്ക് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം. പക്ഷേ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും അത് മൈനസ് ചെയ്യുന്നത് വഴി ബുക്ക് പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസിനേക്കാളും കുറഞ്ഞു പോവരുത്. അങ്ങനെ കുറഞ്ഞു പോവും എന്ന് തോന്നുകയാണെങ്കിൽ
നമ്മൾ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ഫുള്ളി മൈനസ് ചെയ്യാതെ ബ്രോഡ് ഫോർവേഡ് ലോസിന് ഇക്വലന്റ് ആയിട്ട് ബുക്ക് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കിയുള്ള അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് നോട്ട്സ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സസ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഡു നോട്ട് ഫോം പാർട്ട് ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ഇതൊന്നും ബുക്ക് പ്രോഫിറ്റിന്റെ ഭാഗമാവില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ P&L അക്കൗണ്ടിൽ അങ്ങനെ വല്ല ക്രെഡിറ്റ്സിൽ വല്ല ഇൻകം കടക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതർ സോഴ്സസ് അങ്ങനെ വല്ല ഇൻകം കടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കാൻ പാടില്ല, അത് ഒഴിവാക്കിയിട്ടുണ്ടാവണം. പിന്നെ ഡിഡക്ഷൻ അണ്ടർ ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A ഷാൽ ബി ഇഗ്നോർഡ് ഫോർ ദിസ് പർപ്പസ്. ചാപ്റ്റർ 6A ഡിഡക്ഷൻ ഒന്നും ഇവിടെ നമ്മൾ തൽക്കാലത്തേക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, നമുക്കിനി ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ പ്രോബ്ലം എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഉത്തർ ആൻഡ് ദക്ഷിൻ പാർട്ട്നേഴ്സ് ഓഫ് PP ട്രേഡേഴ്സ് ഫർണിഷസ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അക്കൗണ്ടൻസിൽ ഇങ്ങനത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ധാരാളം ചെയ്ത് ശീലമുള്ള ആൾക്കാരായിരിക്കും. അതേപോലെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഞാൻ പറഞ്ഞില്ല, എന്നാലും നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കണോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മുടെ ബിസിനസ്സിൽ ഒരു ഇൻകം ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് കുഴപ്പമൊന്നുമില്ല. അടുത്തത് ബോണസ് പെയ്ഡ് ടു എംപ്ലോയി 50,000. ബോണസിന്റെ കേസിൽ നമ്മൾ സെക്ഷൻ 43B പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മ വരണം. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ സെക്ഷൻ 43B പ്രകാരം ബോണസിന് വല്ല പേയ്മെന്റും എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ അത് ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വല്ലതും അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഒന്നും ഇതിൽ തന്നിട്ടില്ല, അതുകൊണ്ട് അത് ഫുള്ളി പെയ്ഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫ്രം ബാങ്ക്. അതിലും സെയിം റൂൾ അപ്ലിക്കബിൾ ആണ്. സെക്ഷൻ 43B പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ലോൺ അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പറ്റില്ല. അതർ എക്സ്പെൻസ് എന്താന്ന് പോലും അവർ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അത് ബോധർ ചെയ്യേണ്ട, അത് ഡിഡക്റ്റബിൾ ആണെന്ന് പറഞ്ഞ് എടുക്കാം. സാലറി ടു പാർട്ട്നേഴ്സ് 2 പേർക്ക് ഉത്തറിനും ദക്ഷിണും തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 15% അതും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പാർട്ണർഷിപ്പ് ഡീഡിൽ എത്രയാ പറഞ്ഞിരിക്കണമെന്നൊന്നും അവര് നമുക്ക് തന്നിട്ടില്ല. അയ്യോ, ഇനിയിപ്പോ അത് തന്നിട്ടില്ലല്ലോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അത് തന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ആവശ്യമില്ല നമുക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവർ 15% പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിവേ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം മാക്സിമം 12% നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, 3% നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യുക. ഇനി അടുത്തത് ചിലവർക്ക് ഉണ്ടാവുന്ന സംശയം ഈ 3% എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 15% നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ 4,500 എന്ന് പറയുന്നത് ഏതോ ഒരു എമൗണ്ടിന്റെ 15% നമുക്ക് എന്തേ അറിയണ്ടു, ആ എമൗണ്ട് എന്താണ് എന്നുള്ളത് അറിയണം, എന്നിട്ട് അതിന്റെ 3% തിരിച്ചാഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, 4,500 ഡിവൈഡഡ് ബൈ 15% ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യ ഏതാന്നുള്ളത് കിട്ടും. അതായത് ഏത് എമൗണ്ടിന്റെ മേലെയാണ് 15% കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ 3% കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, അത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഉത്തറിന് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്, ദക്ഷിണ ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഡിപ്രീസിയേഷൻ 40,000 ആണ് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഡിപ്രീസിയേഷൻ എപ്പോഴും സെക്ഷൻ 32 പ്രകാരം ഉള്ളതേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളത് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം. അപ്പൊ ഇതൊക്കെ പൊതുവെ ഡിപ്രീസിയേഷൻ ആയാലും സെക്ഷൻ 43B ആയാലും മെയിൻ ആയിട്ട് എല്ലാ എക്സാമിനും കാണുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അതുകൊണ്ട് ആ സെക്ഷൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വെക്കണം. ഡിപ്രീസിയേഷൻ പിന്നെ അധികം കൺഫ്യൂഷൻ ആക്കാനൊന്നും തരില്ല, എപ്പോഴും ഇതേപോലെ തരുള്ളൂ. സെക്ഷൻ 43Bയിലാണ് അത്രയും പോയിന്റ്സ് ഉള്ളത്, എല്ലാം പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ പിന്നെ കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അഡ്ജസ്റ്റ്മെന്റും തന്നിട്ടുണ്ട്, അതും കൂടെ വായിക്കാം. ഡിപ്രീസിയേഷൻ ഫോർ ദി ഇയർ അലൗഡ് അണ്ടർ സെക്ഷൻ 32 is 30,000. പിന്നെ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഇയർ ഫേം ഹാഡ് ഇൻകേർഡ് ലോസ് ഓഫ് 8,50,000. അതായത് ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് 8,50,000 ഉണ്ട്. ഓഫ് വിച്ച് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ 50,000. അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 50,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫ്രം ബാങ്ക് ഇസ് യെറ്റ് ടു ബി പെയ്ഡ്, അതായത് പേ ചെയ്തിട്ടില്ല. അപ്പൊ സെക്ഷൻ 43B പ്രകാരം അവിടെ ഡിസലൗഡ് ആണ്. കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം. അപ്പോൾ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻകം ഓഫ് ദ ഫേം എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ് പൊതുവേ നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ നെറ്റ് പ്രോഫിറ്റിന് നമ്മൾ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ ആഡ് ബാക്ക് ചെയ്യണം, അല്ലെ? അത് ചെയ്താൽ മാത്രമേ നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള ടോട്ടൽ ഇൻകം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനായിട്ട് ഈ പ്രോഫിറ്റ് ആദ്യം നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ബുക്ക് പ്രോഫിറ്റ് ഡിഡക്ഷൻസ്
അതായത് അഡ്മിസിബിൾ ഡിഡക്ഷൻസ് ഇവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡിഡക്ഷൻസ്, അതായത് കമ്മ്യൂണിക്കേഷനും ഇൻട്രസ്റ്റും നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവർ ഓൾറെഡി ഓരോന്നും മൈനസ് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളത് മൈനസ് ചെയ്യണം. എന്നാലേ നമുക്ക് ആൻസറിൽ അറൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസറിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷൻ, അലോബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അലോബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു 80% ആൻസറും കംപ്ലീറ്റ് ആവും. അപ്പൊ തന്നെ കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവം ബുക്ക് പ്രോഫിറ്റ് ആണ്, അല്ലെ? അപ്പൊ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ആ സ്റ്റെപ്പ്, നമ്മളിപ്പോ നോക്കിയ ആ സ്റ്റെപ്പ് അതേപടി നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ മതി. ആദ്യം നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതണം. നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 87,500. അത് അതേപോലെ ക്വസ്റ്റ്യൻ നോക്കി എഴുതി. അടുത്തത് ചെയ്യേണ്ടത് ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് ആഡ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൻ 28 മുതലുള്ളത്. അപ്പൊ അതിൽ അവര് അങ്ങനെ ആ ഓർഡറിൽ എഴുതാതെ പകരം സാലറി കൂടെ ഇവിടെ തന്നെ ചെയ്തു, അത്രേ ഉള്ളൂ. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പൊതുവെ ചെയ്യാറ്. അല്ലാതെ ആ സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മൾ അതിൽ തന്നിട്ടുണ്ടെന്ന് വെച്ചിട്ട് അതേപടി സെക്ഷൻ 28 ടു ഇത് പിന്നെ സാലറി പിന്നെ ഇതൊന്നും പറഞ്ഞ് എഴുതാൻ നിൽക്കാറില്ല. ഒന്നിച്ചിട്ട് തന്നെ ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആഡ് ബാക്ക് ആണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ എനിവേ സാലറി നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം എന്നൊരു പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് അത് ആദ്യം ടോട്ടൽ ചെയ്തിട്ട് ആദ്യം ആഡ് ബാക്ക് ചെയ്തു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിസലൗബിൾ ആയിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മൾ ആഡ് ബാക്ക് ചെയ്യാണ്. ഡിസലൗഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണോ അലൗബിൾ അല്ലാത്തത് ഡിസലൗഡ്. അതായത് ഇപ്പോൾ അലൗഡ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം പറഞ്ഞിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ 12% വിച്ച് എവർ ഈസ് ലോവർ ആണ്. ഈ ക്വസ്റ്റ്യനിൽ പാർട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 15% പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം ഉള്ളതാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ മാക്സിമം അലൗബിൾ എന്ന് പറയുന്നത് 12% ആണ്. അപ്പൊ 12%നേക്കാളും എക്സസ് ആയിട്ടുള്ള എമൗണ്ട്, അതായത് 12ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 3% ആണ് ഡിസലൗഡ്. 3% എങ്ങനെ കിട്ടിയെന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക്, നമുക്കിവിടെ ക്യാപിറ്റലിന്റെ എമൗണ്ട് ഒന്നും തന്നിട്ടില്ല, പകരം നമുക്ക് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ക്യാപിറ്റലിന്റെ 12% ആണല്ലോ ഈ രണ്ട് എമൗണ്ടുകൾ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റൽ എമൗണ്ട് ബാക്ക് വർക്ക് ചെയ്യാൻ പറ്റും. 4,500 പ്ലസ് 6,000 ഡിവൈഡഡ് ബൈ 15% ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എമൗണ്ട് നമുക്ക് കിട്ടും, അല്ലെ? അങ്ങനെ ക്യാപിറ്റൽ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിന്റെ 3% ആണ് നമുക്ക് ഇവിടെ ഡിസലൗ ചെയ്യേണ്ടത്. അതിന്റെ 3% കണ്ടുപിടിച്ചു, അതാണ് ഈ സംഖ്യ. പിന്നെ ഡിപ്രീസിയേഷൻ P&L ഒരു ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. സെക്ഷൻ 32 പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ മാത്രമേ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇത് ഡിസലൗ ചെയ്യണം. ആദ്യം 40,000 ആഡ് ബാക്ക് ചെയ്യണം, പിന്നീട് നമ്മൾ 30,000 ലെസ് ചെയ്യും. അപ്പോൾ ചിലവർ ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോ, നമുക്ക് ജസ്റ്റ് 10,000 ആഡ് ബാക്ക് ചെയ്താൽ പോരെയെന്ന്. അങ്ങനെ ചെയ്യണ്ട, കാരണം ഇതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് ആണിത്. അതുകൊണ്ട് നിങ്ങളും ആ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ആൻസർ വേറെ രീതിയിൽ ഇപ്പൊ 10,000 എഴുതി എളുപ്പപ്പണി ചെയ്യണമെന്ന് അറിയാം, പക്ഷെ അത് ചെയ്യാൻ നിൽക്കണ്ട. എപ്പോഴും ഇതന്നെ ഫോളോ ചെയ്യാം. എന്നാലേ അതിൻ്റെതായിട്ടുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യാം, ലെസ് ചെയ്യാൻ പിന്നീട് മറക്കരുത്. 40,000 ആഡ് ബാക്ക് ചെയ്തു, 30,000 പിന്നെ നമ്മൾ ലെസ് ചെയ്യണം. പിന്നെ സെക്ഷൻ 43B പ്രകാരമുള്ള ഡിസലവൻസ് ആണ്. ലോണിന്റെ കേസിൽ ലോണിന്റെ ഇൻട്രസ്റ്റ് റീപേ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നുകൊണ്ടാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്തത്. ഇപ്പൊ ഇതിൽ ബോണസും തന്നിട്ടുണ്ട്, പക്ഷെ ബോണസിനെ കുറിച്ച് യാതൊരു അഡ്ജസ്റ്റ്മെന്റും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ട് പോയി. അതുകൊണ്ടാണ് അത് ആഡ് ബാക്ക് ചെയ്യാതിരുന്നത്. അപ്പൊ ഇത്രയും എക്സ്പെൻസസ് ഡിസലൗഡ് ആണ്, അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അത് ആഡ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് 9,06,600 കിട്ടി. പിന്നെ അതൊന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തു, അപ്പൊ 8,76,600 വന്നു. ഓക്കെ, അടുത്തത് നമ്മൾ ഇനി ബാക്കി സ്റ്റെപ്സ് ഇനി ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഈ എമൗണ്ട് ആണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അത് പറഞ്ഞുതരാം, എന്തുകൊണ്ടാന്നുള്ളതും പറഞ്ഞുതരാം. അപ്പൊ ഓക്കെ, ആദ്യം ഇവിടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് അടുത്ത സ്ലൈഡിൽ പോകുമ്പോൾ ആ കാര്യം പറഞ്ഞുതരാം. അപ്പൊ എനിവേ ഇവിടെ നമുക്ക് 8,76,600 വന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബുക്ക് പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ലോസിനേക്കാളും കുറഞ്ഞിട്ടുണ്ടാവാൻ പാടില്ല. അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത ശേഷം ഉള്ള ബുക്ക് പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ലോസിനേക്കാളും കുറയാൻ പാടില്ല. അത്രേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമുക്ക് ഇതിൽ നോക്കാം. ഇതിൽ ബ്രോഡ് ഫോർവേഡ് ലോസ് എന്ന് പറയുന്നത് 8,50,000 ആണ്, ഇൻക്ലൂഡിംഗ് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ. അപ്പൊ ഡിപ്രീസിയേഷൻ ഇല്ലാതെയുള്ള ലോസ് എന്ന് പറയുന്നത് 8 lakh ആണ്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ഡിപ്രീസിയേഷൻ ഇല്ലാതെയുള്ള ലോസ് 8 lakh ആണ്. ഡിപ്രീസിയേഷൻ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ 50,000 ആണ്.
അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ കിട്ടിയിട്ടുള്ള സംഖ്യയിൽ നിന്നും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ബുക്ക് പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ലോസിനേക്കാളും കുറയാൻ പാടില്ല. അതായത് ഈ ഒരു കേസിൽ 8 ലാഖിൽ താഴെ പോകാൻ പാടില്ല. 8 ലാഖിൽ താഴെ പോവാണെങ്കിൽ നമ്മൾ ബുക്ക് പ്രോഫിറ്റ് 8 ലാഖ് ആയിട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഫുള്ളി മൈനസ് ചെയ്യണ്ട, ബാക്കിയുള്ളത് അവിടെ വെക്കുക, കുറച്ച് മൈനസ് ചെയ്താൽ മതി, വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ബ്രോഡ് ഫോർവേഡ് ലോസിനേക്കാളും മേലെയാണ് നിൽക്കണമെങ്കിൽ മേലുള്ള ഈ ബുക്ക് പ്രോഫിറ്റ് ആയിട്ട് എടുക്കും. അല്ല താഴെ പോവാണെന്നുണ്ടെങ്കിൽ ബ്രോഡ് ഫോർവേഡ് ലോസിന്റെ എമൗണ്ടിനെ തന്നെ ബുക്ക് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പ്രശ്നമൊന്നും വരുന്നില്ല, കാരണം അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ 50,000 ഉള്ളൂ. അപ്പോൾ 50,000 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുക്ക് പ്രോഫിറ്റ് 8,26,600 വരുന്നുണ്ട്. ബ്രോഡ് ഫോർവേഡ് ലോസ് 8 ലാഖ് ആണ്. അതായത് ബുക്ക് പ്രോഫിറ്റ് ബ്രോഡ് ഫോർവേഡ് ലോസിനേക്കാളും മേലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കിട്ടി. ബുക്ക് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബുക്ക് പ്രോഫിറ്റ് അലോവബിൾ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കണം. അലോവബിൾ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്, ലോവർ ഓഫ് ആക്ച്വൽ റെമ്യൂണറേഷൻ ഓർ മാക്സിമം ലിമിറ്റ് ആസ് പെർ സെക്ഷൻ 40B5. ഓക്കെ, അപ്പോൾ ആക്ച്വൽ റെമ്യൂണറേഷൻ നമുക്ക് ഇവിടെ അറിയാം, അത് ജസ്റ്റ് എടുത്തെഴുതി. മാക്സിമം റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B5 എന്ന് പറയുന്നത് ബുക്ക് പ്രോഫിറ്റിന്റെ ഫസ്റ്റത്തെ 3 ലാഖിന് 90%, ബാക്കി വരുന്ന ബുക്ക് പ്രോഫിറ്റിന് 60%. ഇവിടെ 90% ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ ആണ്. പക്ഷെ ഇവിടെ 3 ലാഖ് മൊത്തം ഉള്ളതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് 90% തന്നെയാണ് ഹയർ വരിക. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ 3 ലാഖ് ഇൻറ്റു 90% പ്ലസ് ബാലൻസ് എമൗണ്ട്, അതായത് 8,26,600 എന്ന് 3 ലാഖ് മൈനസ് ചെയ്താൽ വരുന്നതാണ് ബാലൻസ് എമൗണ്ട്. 5,26,600 ഇൻറ്റു 60%. അപ്പൊ നമുക്ക് 5,85,960 വരും. ഇതിൽ ഏതാണോ ലോവർ അതിനെ നമുക്ക് റെമ്യൂണറേഷൻ, അലോവബിൾ റെമ്യൂണറേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നു. അപ്പൊ അലോവബിൾ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 5,85,960 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തതൊക്കെ എന്തിന്റെ സ്റ്റെപ്പ് ആയിരുന്നു? റെമ്യൂണറേഷൻ, അലോവബിൾ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് ആയിരുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടാക്സബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിരുന്നു, അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാനായിരുന്നു. ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാൻ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് തുടങ്ങി ഡിസലോബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ ലെസ് ചെയ്ത്, ആഡ് ബാക്ക് ചെയ്തിട്ട് അലോബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രം മൈനസ് ചെയ്തുകൊണ്ടുള്ള പ്രോഫിറ്റ് ആണ് നമ്മുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ പാതി പണി നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോ ഫേമിന്റെ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വെക്കുമല്ലോ, അതിൽ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുന്ന തൊട്ട് മുന്നേ ഉള്ള പ്രോഫിറ്റ് ഇല്ലേ, ആ പ്രോഫിറ്റ് ആണ് എടുക്കേണ്ടത്. അതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് ആദ്യം എടുക്കുക. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് എടുക്കുക. അവിടെ നിന്നാണ് ഇനിയുള്ള നമ്മുടെ ഫൈനൽ ആൻസറിലേക്കുള്ള കാൽക്കുലേഷൻ പോകുന്നത്. അപ്പോൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയുള്ള പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നു, 8,76,600. ഇതിൽ എന്താണ് ഈ പ്രോഫിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ഇതിൽ നമ്മൾ ഡിസലവ് ചെയ്യേണ്ട എല്ലാ എക്സ്പെൻസസും ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. സാലറിയുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒഴികെ ബാക്കി എല്ലാ എക്സ്പെൻസസിന്റെയും അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് ഈ കിട്ടിയിരിക്കുന്നത്, അല്ലെ? മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം. ഒന്നുകൂടെ പറയാം. അതായത് ഈ എമൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഈ എമൗണ്ട് എന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് വേണ്ട അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട്, അതായത് എക്സ്പെൻസസിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഫിഗർ ആണ് ഈ എമൗണ്ട്. ഇതിൽ വരാനുള്ള ഒരേ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റെമ്യൂണറേഷന്റെ ആണ്. ഇപ്പൊ ക്ലിക്ക് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞിട്ടുള്ള ആ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ബുക്ക് പ്രോഫിറ്റ് എടുത്തു. അതിന് നമുക്ക് ഇനി റെമ്യൂണറേഷൻ കൂടെ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും, അതൊരു പ്രോഫിറ്റ് ആണ്. അത് നമ്മുടെ പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാം. ഇനി അതിന് നമുക്ക് ബ്രോഡ് ഫോർവേഡ് ലോസും മൈനസ് ചെയ്യാം, അതുപോലെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും ലെസ് ചെയ്യാം. പക്ഷെ അതിനൊക്കെ ലെസ് ചെയ്യണമെങ്കിൽ നിറയെ കാശ് വേണ്ടേ? ആകെ നമ്മുടെ എത്രയേ ഉള്ളൂ? 2,90,640 ഉള്ളൂ. അപ്പൊ ഉള്ളതിന്ന് നമ്മൾ ആദ്യം എന്ത് ലെസ് ചെയ്യും? ബ്രോഡ് ഫോർവേഡ് ലോസ് ലെസ് ചെയ്യും. എന്തുകൊണ്ടാണ് ബ്രോഡ് ഫോർവേഡ് ലോസ് ലെസ് ചെയ്യുന്നത്? കാരണം അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എത്ര കാലത്തേക്ക് വേണമെങ്കിലും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിപ്പോ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് ലെസ് ചെയ്യാൻ ഇനി ഇപ്പൊ നമ്മൾ അത് ലെസ് ചെയ്ത് വിചാരിക്കുക, ബ്രോഡ് ഫോർവേഡ് ലോസ് ഇറ്റ്സ് നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ കൂടുതൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ അവിടെ വെച്ചിട്ട് ബ്രോഡ് ഫോർവേഡ് ലോസിനെ ആദ്യം എടുത്ത് ലെസ് ചെയ്യുന്നത്. അല്ലെങ്കിലും അതിന്റെ ആ സെറ്റ് ഓഫ് ഓർഡർ നമ്മൾ പറഞ്ഞപ്പോഴും ബ്രോഡ് ഫോർവേഡ് ലോസ് ആണ് ആദ്യം ലെസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്രോഡ് ഫോർവേഡ് ലോസ് നമ്മൾ ലെസ് ചെയ്തു. അങ്ങനെ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടി. ടോട്ടൽ ഇൻകം ഈ ഒരു കേസിൽ നില്ലാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ചിലപ്പോ PGBP എന്നുള്ള ചാപ്റ്ററിന് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പോൾ ബുക്ക് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം, അതുപോലെ ഫേമിന്റെ ടാക്സബിൾ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ചിലപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഇത് ഫുള്ളി മനസ്സിലാവണം എന്നില്ല. ക്ഷമയോടെ 1-2 തവണ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാവുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇതിലുള്ളൂ.
അപ്പോൾ ഓരോ പോയിന്റും പറഞ്ഞിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫേമിന്റെ കയ്യിൽ നിന്നും പാർട്ട്ണർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഫുള്ളി എക്സംപ്റ്റ് ആണ്. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന ഒരു പാർട്ട്ണർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും സാലറിയും അതിന്റെ ടാക്സബിലിറ്റി എങ്ങനെയായിരിക്കും? കാരണം അത് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കയ്യിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യുന്നില്ലേ, അതുകൊണ്ട് തന്നെ പാർട്ട്ണറുടെ കയ്യിൽ ടാക്സബിൾ ആണ്. ഏത് എമൗണ്ട് ആണ് ടാക്സബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേമിന്റെ കയ്യിൽ എത്രയാണോ റെമ്യൂണറേഷൻ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നത്, അതുപോലെ ഫേം എത്ര രൂപയാണോ ഇൻട്രസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നത്, ആ എമൗണ്ട് മാത്രം പാർട്ട്ണറുടെ കയ്യിൽ ടാക്സബിൾ ആയിരിക്കും. എത്രയാണോ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ടു ദാറ്റ് എക്സ്റ്റെന്റ് ആ എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും പാർട്ട്ണറുടെ കയ്യിൽ. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കേസിൽ നമ്മൾ സാലറി ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത് 7,32,000 ആയിരുന്നു. പക്ഷെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അവർക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റിയത് 5,85,960 ആണ്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിന്റെ കയ്യിൽ ടാക്സബിൾ ആയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് മാക്സിമം ഈ എമൗണ്ട് ആയിരിക്കും, അതായത് 5,85,960. ഇതിപ്പോ രണ്ട് പാർട്ട്നേഴ്സിനും കൂടെ ചേർത്തിട്ടാണ്. അപ്പൊ അത് അവർ ഏത് പ്രൊപ്പോർഷനിൽ വീതിച്ചെടുക്കണോ ഈ എമൗണ്ടിനെ പ്രൊപ്പോർഷനിൽ വീതിച്ചെടുത്തത് മാത്രമേ പാർട്ട്ണറുടെ കയ്യിൽ ടാക്സബിൾ ആവുള്ളൂ. ഇതിന്റെ ഡിഫറൻസ് ഉള്ള എമൗണ്ടിന് പാർട്ട്ണർഷിപ്പ് ഫേം ഓൾറെഡി ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കാം. അടുത്തത് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസ് ഓഫ് ഫേം ഓൺ ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം. ഫേമിന്റെ എന്തെങ്കിലും ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് പുതിയ പാർട്ട്ണർ വരിക അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് റേഷ്യോയിലെ ചേഞ്ച് ഉണ്ടാവുക, അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ വല്ല ചേഞ്ചും വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അത് സെക്ഷൻ 78 പറയുന്നത്. വെർ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം ഓൺ അക്കൗണ്ട് ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ദ പ്രൊപ്പോർഷനേറ്റ് ലോസ് ഓഫ് ദ റിട്ടയർഡ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ ഷാൽ നോട്ട് ബി ക്യാരിഡ് ഫോർവേഡ്. ഇപ്പോ ഒരാൾ റിട്ടയർ ആണ് അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോവാണെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ലോസ്, അതായത് അയാൾക്ക് അവകാശം ഉണ്ടായിരുന്ന ലോസിന്റെ പ്രൊപ്പോർഷൻ എത്രയാണോ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ബ്രോഡ് ഫോർവേഡ് ലോസ് എന്ന് നമ്മൾ കാണിക്കുന്നില്ലേ, അപ്പൊ അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ലോസിൽ ആ റിട്ടയർ ചെയ്ത പാർട്ട്ണറുടെ ഷെയർ ഓഫ് ലോസ് എന്തായിരുന്നോ അത് പിന്നീട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. പക്ഷെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ആ ഒരു പ്രൊവിഷൻ അപ്ലിക്കബിൾ അല്ല. അപ്പൊ ഇതൊക്കെ ശരിക്കും ചെറിയ ചെറിയ പോയിന്റുകൾ, ഇതൊക്കെ നമുക്ക് വൺ വേർഡ് ട്രൂ ഓർ ഫോൾസ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വരെ ചോദിക്കാം. അപ്പൊ അതിന്റെ മീനിങ് മനസ്സിലാവാത്തവർക്ക് അവിടെ ആൻസർ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് മീനിങ്ങും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് കോൺസിക്വൻസസ് ഓഫ് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഓർ ഇൻവെസ്റ്റ്മെന്റ്. Following undisclosed income shall be charged to tax. Section 68, 69, 69A, 69B, 69C, 69D. അപ്പൊ ഇത് നമുക്ക് ടെക്സ്റ്റിൽ വലിയൊരു ബോക്സ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഞാനിത് എന്താണെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. ടെക്സ്റ്റിൽ നിങ്ങൾ തന്നെ ഇതൊന്ന് വായിച്ചു നോക്കണം. അതായത് പേപ്പറൊക്കെ സാധാരണ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടന്നു, പല സ്ഥലത്തുനിന്നും കുറെ കാശ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ജ്വല്ലറി. ഇപ്പോ റീസെന്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ആക്ടർ വിജയുടെ എന്തോ കുറെ റെയ്ഡ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല തോന്നണം. ഇടയ്ക്കിടയ്ക്ക് പേപ്പറിലൊക്കെ അങ്ങനത്തെ ന്യൂസ് ഒക്കെ വരാറുണ്ട്. ഇൻകം ടാക്സുകാർ റെയ്ഡ് നടത്തി കുറെ കോടികളുടെ ചിലപ്പോൾ ബ്ലാക്ക് മണി ഒക്കെ അങ്ങനെ പിടിക്കാറില്ലേ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബുക്സിൽ നമ്മുടെ ഇൻകം സൈഡ് എന്തെങ്കിലും ക്യാഷ് വന്നതായിട്ട് കാണുകയാണ്, പക്ഷെ അത് എന്താണെന്ന് നമുക്കൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല, എവിടെ നിന്നാണ് ഈ എമൗണ്ട് വന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ അസസിങ് ഓഫീസർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ അവർ ആ എമൗണ്ടിനെ ഇൻകം ആയിട്ട് കാണിക്കും. അതായത് നമ്മളുടെ ബുക്സിൽ അത് ഇൻകം സൈഡ് കിടക്കണമെന്നില്ല. ഇപ്പൊ ബാങ്കിൽ ജസ്റ്റ് ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് കിടക്കണം, നമ്മളത് നമ്മുടെ ഇൻകം അല്ല, അത് ആരെങ്കിലും ഇട്ടതാണെന്നൊക്കെ പറയണം. പക്ഷെ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവരത് നമ്മുടെ ഇൻകം ആയിട്ട് അങ്ങോട്ട് എടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ്സ് ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് റെസീപ്റ്റ്സ് കിട്ടുന്നത് നമ്മൾ പക്ഷെ ഇൻകം ആയിട്ട് കാണിക്കുന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വന്നു എന്നൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലനേഷനും കൊടുത്തിട്ടില്ലെങ്കിൽ അസസിങ് ഓഫീസർ അതിനെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, നമ്മുടെ പേരിൽ വല്ല ഇൻവെസ്റ്റ്മെന്റ്സും കാണുകയാണ്, പക്ഷെ നമ്മൾ അതിന് പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. അത് നമ്മുടെ പേരിലാണെന്ന് അവർക്കറിയാം, പക്ഷെ അത് നമ്മുടെ എല്ലാം എന്നൊക്കെ ഉള്ള പോലെ നമ്മൾ കാണിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്ഥലം വാങ്ങിച്ചു തന്നെ ആവണമെന്നൊന്നുമില്ല. ഈവൻ ജ്വല്ലറി അല്ലെങ്കിൽ
ഗോൾഡ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാലോ. അപ്പൊ അങ്ങനെ വല്ല ഇൻവെസ്റ്റ്മെന്റ്സും നമ്മുടെ കയ്യിൽ അവർ കണ്ടെടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. അവർ നമ്മളോട് ചോദിക്കുകയാണ് ഇത്രയും സ്വർണം വാങ്ങിക്കാൻ നിങ്ങൾക്ക് എവിടുന്ന് കാശ് വന്നു എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമില്ലാതായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാശ് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവണമല്ലോ. ലീഗൽ ഓർ ഇല്ലീഗൽ നമുക്കത് കിട്ടിയിട്ടുണ്ടാവണം അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളത് ഇൻകം ആയിട്ട് കാണിച്ചിട്ടില്ല, പ്രൂഫ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ആ കൊല്ലത്തെ ഇൻകം ആയിട്ട് അതിനെ കാണിപ്പിക്കും. അതാണ് സെക്ഷൻ 69. അതേപോലെയുള്ള സെക്ഷൻസ് ആണ് ഓരോന്നും. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് മണി, അതാണ് ഈ ബ്ലാക്ക് മണി എന്നൊക്കെ പറഞ്ഞത്. അപ്പോ കാശ് ഇങ്ങനെ കുറെ നമ്മുടെ കയ്യിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വെച്ച ആൾക്കാരുണ്ടാവും. ഞാൻ എന്റെ കാര്യമില്ല, വെച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ അവരത് റെയ്ഡൊക്കെ നടത്തിയിട്ട് കണ്ടെടുത്തു എന്നുണ്ടെങ്കിൽ അതിനാണ് അൺഎക്സ്പ്ലെയിൻഡ് മണി എന്ന് പറയുന്നത്. ആ കാശ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ ഉത്തരവില്ല, ബിക്കോസ് ഇറ്റ് വിൽ ബി ബ്ലാക്ക് മണി അല്ലെ. അപ്പൊ അങ്ങനെ ഇൻകം കാണുകയാണെങ്കിൽ അതിനെ ഇൻകം ആയിട്ട് കാണിപ്പിക്കും, അത്രേ ഉള്ളൂ. അതുപോലെ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, പക്ഷെ നമ്മളത് ഫുള്ളി ബുക്സിൽ കാണിക്കാതെ മറച്ചു വെച്ചു എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെയും അവർക്ക് ഇൻകം ആയിട്ട് കാണാൻ പറയാൻ പറ്റും. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഇൻകം അല്ലെങ്കിൽ ഇങ്ങനെ എമൗണ്ട് കിട്ടിയതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അടുത്തത് എക്സ്പെൻഡിച്ചർ ആണ്. ഞാൻ കുറെ കാശ് ചെലവാക്കിയിരിക്കണം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 30 ലക്ഷത്തിന്റെ ഒരു കാർ വാങ്ങിച്ചു. ഞാൻ എന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എല്ലാ കൊല്ലവും 2 ലക്ഷം എനിക്ക് ഉള്ളൂ എന്ന് പറഞ്ഞ് ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ താഴെയാണ് അല്ലെങ്കിൽ ബേസിക് എക്സംഷൻ ലിമിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഇതാണ് എന്റെ ഇൻകം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ അവർ ചോദിക്കും നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ 20 ലക്ഷം കാർ അല്ലെങ്കിൽ 30 ലക്ഷത്തിന്റെ കാർ വാങ്ങിക്കാനുള്ള കാശ് കിട്ടിയതെന്ന്. അപ്പൊ എന്റെ കയ്യിൽ പറയാൻ ഉത്തരവില്ല അല്ലേ. ആരെങ്കിലും തന്നു എന്നൊക്കെ പറയാൻ ആരെപ്പോ ഇത്രയൊക്കെ സ്നേഹത്തോടെ ഇത്രയും കാശൊക്കെ തരുന്നത്? ആരും ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും തരാനില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ വരുമ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും? നമുക്കിത് വേറെ ഏതോ സോഴ്സ് നിന്ന് കിട്ടിയതാണ്, ആ സോഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുമില്ല, അതിന് ടാക്സ് അടച്ചിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ അവർ നമ്മളടുത്ത് ആ എക്സ്പെൻഡിച്ചറിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മളോട് ഇൻകം ആയി കാണിച്ചിട്ട് അതിന് ടാക്സ് അടയ്ക്കാൻ പറയും. എമൗണ്ട് ബോറോഡോ റീപേഡ് ഓൺ ഹുണ്ടി. ഇതുപോലെ തന്നെ നമ്മൾ വല്ല എമൗണ്ട് ബോറോ ചെയ്തിട്ട് അത് അല്ലെങ്കിൽ റീപേ ചെയ്യുന്നത് അക്കൗണ്ട് പേ ചെക്ക് വഴി അല്ലെങ്കിൽ എന്നാണ് അവർ തന്നിരിക്കുന്നത്. എനിവേ അപ്പൊ സെക്ഷൻ 69D പ്രകാരം ആ രീതിയിലാണ് നമ്മൾ അക്കൗണ്ട് പേ ചെക്ക് വഴി അല്ലാതെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും അവർക്ക് ഇൻകം ആയിട്ട് കാണിക്കാനായിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ചില കേസസിൽ മെയിൻ ആയിട്ട് ഇതൊക്കെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് നമ്മുടെ ബുക്സിൽ എന്തെങ്കിലും ക്യാഷ് റെസീപ്റ്റ് കാണാണ് അല്ലെങ്കിൽ നമ്മുടെ വല്ല ഇൻവെസ്റ്റ്മെന്റും നമ്മളത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ റെയ്ഡ് ഒക്കെ നടത്തിയിട്ട് ആ സംഭവങ്ങളൊക്കെ ഇതിൽ ഏകദേശം പെടും. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഒക്കെ ടാക്സബിലിറ്റി ആണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ടാക്സ് അടപ്പിക്കും. നോർമലി നമ്മുടെ ടാക്സിൽ ഹയസ്റ്റ് റേറ്റ് എത്രയാണ്? 30% ആണ്. പക്ഷെ ഇതിന്റെ ടാക്സ് റേറ്റ് നോക്കിക്കോളൂ, 60% ആണ്. അതുകൂടാതെ സർചാർജ് എന്തായാലും വരും 20%. അതിന് ലിമിറ്റ് ഒന്നുമില്ല. എനിവേ സർചാർജ് ഈ 60%ന്റെ 25% സർചാർജ് ആയിട്ടും അടയ്ക്കണം. അതുകൂടാതെ സെസ്സും അടയ്ക്കണം. അപ്പൊ എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കണം അല്ലേ. അപ്പോ ഇതുപോലെ ആരുടെയെങ്കിലും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ക്യാഷോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം ഡിക്ലെയർ ചെയ്തിട്ട് ടാക്സ് അടയ്ക്കാൻ നോക്കുക. അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പൊ ടെക്സ്റ്റിൽ ഇത് നല്ലോണം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ഞാനിപ്പോ വളരെ ഷോർട്ട് ആക്കിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. വളരെ സിമ്പിൾ തന്നെയാണ്. ഈ പറഞ്ഞതൊക്കെ തന്നെ അതിലുള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇപ്പൊ എല്ലാ ടോപ്പിക്സും കവർ ആയി കഴിഞ്ഞു. ഇനി എക്സാമിന് വരാൻ സാധ്യതയുള്ള വേറൊരു ടൈപ്പ് പ്രോബ്ലം ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഫേമിന്റെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഇത് വരാം. ഇനി ഇതും അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ച സെക്ഷൻ 44 AD അല്ലെങ്കിൽ ADA ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അത് കൂടാതെ വൺ വേർഡ് അങ്ങനെയുള്ളതിലും PGBP എന്നുള്ള ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഒരു നോർമലി വരാവുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. Mr. Sunil is a practicing chartered accountant. He also runs a private coaching institute. His bank account for the year ended 31/3/2020 is given below. അപ്പോൾ ഇത് ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിൽ ഇപ്പൊ ബാലൻസ് ബ്രോട്ട് ഫോർവേഡ് അല്ലെ, ബാലൻസ് ക്യാരി ഡൗൺ, ഓഡിറ്റ് ഫീസ്, ഇൻകം ഫ്രം അതർ പ്രൊഫഷണൽ വർക്ക്, കോച്ചിങ് ഫീസ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, എക്സാമിനേഴ്സ് ഫീസ്, റെന്റ് ഫ്രം പ്രോപ്പർട്ടി. ഇതിപ്പോ ഒരു ബാങ്കിന്റെ കോപ്പിയാണ് നമുക്ക് അവർ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇൻകം തന്നിട്ടുണ്ട്, എക്സ്പെൻസും തന്നിട്ടുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത്, സർപ്ലസ് എത്രയാന്നുള്ളത് നമ്മൾ തന്നെ അറൈവ് ചെയ്യണം. ഇത് കൂടാതെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടും തന്നിട്ടുണ്ട്. 20% ഓഫ് മോട്ടോർ കാർ എക്സ്പെൻസ് ഈസ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രൊഫഷൻ. 20% ആണ് പ്രൊഫഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 80% ഡിസലവ് ചെയ്യുക അല്ലെങ്കിൽ 20% മാത്രം എക്സ്പെൻസ് ആയിട്ട് എടുക്കുക.
Depreciation allowance for motor car is 27,000 if wholly used for profession. Fully profession purpose-നാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് ഡിപ്രീസിയേഷൻ 27,000 ക്ലെയിം ചെയ്യാം. പക്ഷെ നമുക്കറിയാം ഇതിൽ പ്രൊഫഷന് വേണ്ടി ആകെ 20% യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷനും 20% മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസ് ഓൺ 31/3/2020 rupees 2,000 whereas rupees 500 receivable from മീറ്റ ഇസ് കൺസിഡർഡ് ആസ് ബാഡ്. ഓക്കെ, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസ് 2,000 രൂപയുണ്ട്, ഇതിൽ 500 രൂപ ബാഡ് ഡെറ്റ്സ് ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസ് ഫോർ പ്രീവിയസ് ഇയർ 16-17 rupees 10,000 റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ വിച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ഓഡിറ്റ് ഫീസ്. പണ്ടത്തെ ഏതോ ഒരു കൊല്ലത്തെ ഓഡിറ്റ് ഫീസ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതും അവിടെ ഇരിക്കട്ടെ. അടുത്തത് ഓഫീസ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് പേയ്മെന്റ് ഓഫ് 2,000 ഇൻകേർഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 18-19. 2,000 രൂപ ഓഫീസ് എക്സ്പെൻസ് ഇക്കൊല്ലം നമ്മൾ അടച്ചു, പക്ഷെ അത് പണ്ടത്തെയാണ്. അതും അവിടെ ഇരിക്കട്ടെ. നോർമലി നമ്മൾ ക്യാഷ് ബേസിസ് അല്ലെങ്കിൽ അക്രൂവൽ ബേസിസ് ഏത് മെത്തേഡിലാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് he maintains as accounts on cash basis. അതുകൊണ്ട് തന്നെ ഈ എക്സ്പെൻസസ് അലൗഡ് ആണ്. അതുപോലെ ഈ ഇൻകം ഇക്കൊല്ലമാണ് നമ്മൾ ടാക്സ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ബുക്സ് ക്യാഷ് ബേസിസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ കിട്ടുമ്പോൾ കിട്ടിയതായിട്ടും കൊടുക്കുമ്പോഴേ കൊടുത്തതായിട്ടും കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി അക്രൂവൽ ബേസിസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ഓഫീസ് എക്സ്പെൻസ് ഇപ്പൊ അടച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. കാരണം അതിന് ഓൾറെഡി നമ്മൾ 18-19 ഡിഡക്ഷൻ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് നമ്മൾ പിന്നെ നോക്കാന്ന് പറഞ്ഞ് ഞാൻ വെച്ചത്. ഇനി ഇത് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇത് ഓഡിറ്റ് ഫീസ് 16-17 ഇപ്പൊ കിട്ടിയെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ക്യാഷ് ബേസിസിലാണല്ലോ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടാക്സബിലിറ്റി ഇപ്പോ ആണ്. നമ്മൾ അക്രൂവൽ ബേസിസിലാണ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ 16-17 തന്നെ ഇതിന് ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഏകദേശം ക്വസ്റ്റ്യൻ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പൊ ആൻസറിൽ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ ഇൻകം ആണ് അല്ലെ. ഇൻകം എന്ന് പറയുമ്പോൾ ഇതിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് അവർ തന്നിട്ടില്ല, പകരം പല ഇൻകംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് PGBP എന്നുള്ള ഹെഡിലുള്ള ടോട്ടൽ ഇൻകം എടുത്തിട്ട് അതിന് അലോവബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് മൈനസ് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇതിലിപ്പോ അവര് റെന്റ് ഫ്രം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. ശരിക്കും റെന്റ് ഫ്രം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യാൻ പറ്റുന്ന ഇൻകം അല്ല, പകരം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ട് അവിടെ എടുക്കണം. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരേണ്ടതാണ്. എക്സാമിനേഴ്സ് ഫീസ് അതും ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ ഇതാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എക്സാമിന് വരുന്ന ഉദ്ദേശിക്കുന്നത്. ഒരു 10 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വേറെ ഹെഡിലത്തെ ഇൻകം ചിലപ്പോൾ അതിന്റെ കൂടെ മിക്സ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അവർ ആൻസർ ചെയ്തിരിക്കണമെന്ന് നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി എക്സ്പെൻസസിലും അവരിപ്പോ മുനിസിപ്പൽ ടാക്സ് തന്നിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സ് PGBP എന്നുള്ള ഹെഡിൽ മൈനസ് ചെയ്യേണ്ടതാണോ? അല്ല. അതുപോലെ തന്നെ ഇപ്പോ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് സെക്ഷൻ 80C പ്രകാരം നമുക്ക് എടുക്കേണ്ട ഒരു ഡിഡക്ഷൻ ആണ്. അപ്പൊ അത് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിക്ക് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമ്മൾ പഠിക്കാൻ പോകണല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇൻകം ടാക്സ് സ്പെസിഫിക്കലി അലൗഡ് അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ലെസ് ചെയ്യാൻ പാടില്ല. മോട്ടോർ കാർ പർച്ചേസ്ഡ്, മോട്ടോർ കാർ വാങ്ങിച്ചത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, അത് അലൗ ചെയ്യാൻ പാടില്ല. മോട്ടോർ കാർ എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു എത്രയാണ് എമൗണ്ട് ആണ് ഡിഡക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. 20% ആണ് പ്രൊഫഷനെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ 20% ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇൻഷുറൻസ് ഓഫ് പ്രോപ്പർട്ടിയുടെ ഇൻഷുറൻസ് PGBP എന്നുള്ള ഹെഡിൽ വരേണ്ടതല്ലോ. അല്ല, പ്രൊവൈഡഡ് ഈ പ്രോപ്പർട്ടിയുടെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെങ്ങനെ ചെയ്തിരിക്കണം നോക്കാം, മെയിൻലി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതും ഇവിടെ വരേണ്ടതല്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഞാനിപ്പോ പറഞ്ഞതല്ലാതെ നിങ്ങൾ തന്നെ ഒരു 2 മിനിറ്റ് എടുത്തിട്ടൊന്ന് വായിച്ചോളൂ, എന്നിട്ട് ആൻസർ നോക്കിയാൽ മതി. ആൻസറിൽ ആദ്യം അവർ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിന്റെ ഇൻകം ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 5,000 ലെസ് മുനിസിപ്പൽ ടാക്സ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. മുനിസിപ്പൽ ടാക്സ് 800 തന്നിട്ടുണ്ട്, അതുകൊണ്ട് 800 ലെസ് ചെയ്തു. അപ്പൊ നെറ്റ് ആനുവൽ വാല്യൂ വന്നു. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് NAV. ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിട്ടില്ല, അതുകൊണ്ട് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡ് എന്നുള്ള ഇൻകം ഇത്രയാണ്. ഓക്കെ, അപ്പൊ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇൻകം കണ്ടുപിടിക്കണം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ അത് ചെയ്യാൻ വിടരുത്, കാരണം ക്വസ്റ്റ്യൻ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് നോക്കുക. ബിസിനസ് എന്നുള്ള ഹെഡിലുള്ള ഇൻകം കണ്ടുപിടിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫഷൻ എന്നുള്ള ഹെഡ് ആണെങ്കിൽ ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അല്ലാതെ ഇതിന്റെ ഈ എമൗണ്ട് ഒക്കെ നമ്മൾ ഒഴിവാക്കി വേണ്ടത് മാത്രം എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, ടോട്ടൽ ഇൻകം ആണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത്, സ്പെസിഫിക് ആയിട്ട് ഈ ഹെഡിന്റെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്തത് നമുക്ക് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള
ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് നമ്മുടെ പ്രൊഫഷണൽ ഇൻകം ആയിട്ട് വരിക അത് മാത്രം എടുക്കണം. അപ്പൊ ഇതിൽ ഓഡിറ്റ് ഫീസും ഇൻകം ഫ്രം അതർ പ്രൊഫഷണൽ വർക്കുമാണ് പ്രൊഫഷണൽ ഇൻകം ആയിട്ട് വരുന്നത്. പിന്നെ കോച്ചിങ് ഫീസ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, എക്സാമിനേഴ്സ് ഫീസ്, പിന്നെ റെന്റ് ഫ്രം പ്രോപ്പർട്ടി ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് വേറെ ഹെഡിലാണ് കാണിച്ചത്. കാരണം ഇപ്പൊ കോച്ചിങ് ഫീസ് അവർ ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് കുറച്ചേ ഉള്ളൂ. മേ ബി അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതും വേണമെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതായിരുന്നു. പക്ഷെ എനിവേ കുറച്ചായതുകൊണ്ടായിരിക്കും ഇൻകം ഫ്രം അതർ സോഴ്സസിലേക്ക് അത് പോയിട്ടുള്ളത്. എന്തായാലും ഓഡിറ്റ് ഫീസും ഇൻകം ഫ്രം പ്രൊഫഷണൽ വർക്കും PGBP എന്നുള്ള ഹെഡിലുള്ള ഇൻകം ആണ്. അതുകൊണ്ട് അത് രണ്ടും ആഡ് ചെയ്തു. പിന്നെ എക്സ്പെൻസസ് നമ്മൾ ലെസ് ചെയ്യണം. അപ്പൊ എക്സ്പെൻസസിൽ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റുന്നത് ഓഫീസ് എക്സ്പെൻസ് ഫുള്ളി ലെസ് ചെയ്യാൻ പറ്റും. മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് ഇപ്പോ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ CA ആണെങ്കിൽ നമുക്ക് ഇയർലി ഒരു മെമ്പർഷിപ്പ് ഫീസ്, CA അതായത് ICAIയുടെ മെമ്പർ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർലി ഒരു എമൗണ്ട് മെമ്പർഷിപ്പ് ഫീസ് ആയിട്ട് അടയ്ക്കാണ്ട്. അതാണ് ഈ സംഭവം. അപ്പൊ അത് നമുക്ക് എക്സ്പെൻസ് ആണ്, നമുക്ക് പ്രൊഫഷണലിൽ വരുന്ന എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അത് ലെസ് ചെയ്യാം. മോട്ടോർ കാർ എക്സ്പെൻസിൽ 20% ആണ് പ്രൊഫഷണൽ യൂസിനെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 20% കണ്ടുപിടിച്ചു. ഡിപ്രീസിയേഷനിലും 20% ആണ് പ്രൊഫഷണൽ യൂസിനുള്ളത്. അതുകൊണ്ടാണ് 20% കണക്കാക്കിയത്. വേറെ എക്സ്പെൻസസ്, ഇത് കൂടാതെയും പല എക്സ്പെൻസസും നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ, അതൊന്നും നമ്മൾ ലെസ് ചെയ്തില്ല. അതായത് ഇപ്പോ പേഴ്സണൽ എക്സ്പെൻസ് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കോച്ചിങ് എക്സ്പെൻസസ്, കോച്ചിങ് ഫീസ് ഇൻകം ഫ്രം അതർ സോഴ്സസിലായതുകൊണ്ട് തന്നെ കോച്ചിങ് എക്സ്പെൻസും അവിടെ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ലെസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇൻകം ടാക്സ് ലെസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇൻഷുറൻസ് ഓഫ് പ്രോപ്പർട്ടി നമുക്ക് ലെസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഈ പ്രോപ്പർട്ടിയുടെ ആണ്. അതുകൊണ്ട് അതും നമുക്ക് ലെസ് ചെയ്യാൻ പറ്റില്ല. വേറെ എക്സ്പെൻസസ് ഒന്നും ഇല്ല. പിന്നെ ഓഫീസ് എക്സ്പെൻസിൽ ക്വസ്റ്റ്യനിൽ 18,000 തന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അടച്ച ഫുൾ എമൗണ്ടും ഇതിൽ കാണും. അതുകൊണ്ടാണ് ഈ 2,000 ഇനി പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. അത് ഓൾറെഡി 18,000 ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല. അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസ് ഓഫ് 16, 17, 10,000 ഓൾറെഡി ഓഡിറ്റ് ഫീസിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് അതിലും നമുക്ക് പ്രശ്നമില്ല. അതായത് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ തന്നിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ, ഇപ്പൊ ഇതില് വേറെ ₹500 റിസീവബിൾ ഫ്രം മീത ഈസ് കൺസിഡർഡ് ആസ് ബാഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മൾ യാതൊരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ചെയ്തിട്ടില്ല. കാരണം ഇത് കിട്ടുമ്പോൾ നമ്മൾ ടാക്സ് ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ബാഡ് ഡെറ്റ്സിന് ഇനി സ്പെസിഫിക് ആയിട്ട് പ്രൊവിഷൻ വെക്കുക അല്ലെങ്കിൽ അത് ലെസ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് കാര്യം. കാരണം ഇപ്പൊ ഇതിൽ 2,000 രൂപ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അത് നമ്മൾ ഇൻകം ആയിട്ട് എടുത്തിട്ടില്ല. അത് കിട്ടുമ്പോഴേ നമ്മൾ ഇൻകം ആയിട്ട് എടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള. അപ്പൊ ആക്ച്വലി CDE ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇവിടെ ചെയ്യാനുണ്ടായിരുന്നില്ല. അതൊക്കെ ഓൾറെഡി ഇതിൽ ഇഫക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ PGBP എന്നുള്ള ഹെഡിൽ അത്രേ ചെയ്യാനുള്ളൂ. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അതിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. പിന്നെ കോച്ചിങ് ഫീസ് എന്ന എക്സ്പെൻസസും ലെസ് ചെയ്യാനുള്ള എക്സ്പെൻസസും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലെസ് ചെയ്ത് നെറ്റ് എടുത്തു, എക്സാമിനേഴ്സ് ഫീസ് എടുത്തു, അതും എടുത്തു, ടോട്ടൽ ചെയ്തു. അങ്ങനെ 3 ഹെഡിന്റെയും നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് അത് സെപ്പറേറ്റ് കോളത്തിൽ എഴുതിയതിന്റെ ടോട്ടലാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഇതിൽ അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞ് കുറച്ച് അഡ്ജസ്റ്റ്മെന്റേ തന്നിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് തരാം. നമ്മൾ മറ്റേ TDSന്റെ കാര്യങ്ങൾ പറഞ്ഞതാണെങ്കിലും പിന്നെ സെക്ഷൻ 30 to 38 പറഞ്ഞതാണെങ്കിലും അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, ഇതിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് തരാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്ത് നോക്കുക. കാരണം എക്സാമിന് എങ്ങനത്തെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ ഏത് എക്സാം ആണെങ്കിലും അതിനൊരു സ്പെസിഫിക് ഫോർമാറ്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് കൂടുതലായി നോക്കിയിട്ട് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ PGBP എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലി ആണെങ്കിലും നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യം വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്റർ ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ ഈ ചാപ്റ്റർ നന്നായി പഠിക്കുക. എല്ലാ അഡീഷണൽ ക്വസ്റ്റ്യൻസും ഒക്കെ ടെക്സ്റ്റിലുള്ളതും വർക്ക് ബുക്കിലുള്ളതാണെങ്കിലും വേറെ മെറ്റീരിയൽ കിട്ടുന്നതാണെങ്കിലും ഒക്കെ ചെയ്ത് നോക്കുക. എല്ലാ കൺസെപ്റ്റ്സും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.